എല്ലാവർക്കും Sarath'Sന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോട്ടിന്റെ Bassheads 100 എന്ന് പറഞ്ഞ ഈ ഒരു ഹെഡ്സെറ്റ് ആണ് അൺബോക്സിംഗ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റ് നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ബെസ്റ്റ് സെല്ലർ ആയിട്ടിരിക്കുന്ന ഒരു ഹെഡ്സെറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ബോക്സിലാണ്, ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. അപ്പോൾ ഇതിന്റെ സൈഡിലും ഫ്രണ്ടിലും ആയിട്ട് നിങ്ങൾക്ക് ബോട്ടിന്റെ ലോഗോ കാണാൻ സാധിക്കും. ഇനി ഈ ബോക്സിന്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വിൻഡോ തന്നിട്ടുണ്ട്. ആ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്സെറ്റ് കാണാൻ സാധിക്കും. കൂടാതെ കുറച്ച് കാര്യങ്ങളെല്ലാം ഈ ഒരു ഹെഡ്സെറ്റിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസും പിന്നെ ആ ഒരു ഹെഡ്സെറ്റിലുള്ള പ്രത്യേകതകളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കാണാൻ പറ്റും. ഇപ്പോൾ 999 റുപ്പീസാണ് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ പ്രൈസ്. പക്ഷേ നിങ്ങൾക്കിത് ആമസോണിൻ്റെ ഏകദേശം 379 റുപ്പീസ് വരെയും ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഹെഡ്സെറ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സിംഗ് പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ളൊരു ട്രേ ആണ് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് ട്രേയിൽ നമ്മൾക്ക് നമ്മുടെ ഈ ഒരു ഹെഡ്സെറ്റ് കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൂടാതെ കുറച്ച് പേപ്പർ വർക്കും കുറച്ച് പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം അകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആദ്യത്തെ കവറിൽ നമുക്ക് കുറച്ച് ഇയർ ടിപ്സ് കാണാൻ പറ്റും. അതായത് മൊത്തം 3 ഇയർ ടിപ്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു സ്മോളും ഒരു ലാർജും ഒരു മീഡിയവുമാണ്. അപ്പോൾ മീഡിയമാണ് നമ്മുടെ ഈ ഒരു ഇയർഫോൺസിൽ ഓൾറെഡി ഉള്ളത്. ബാക്കി 2 ഇയർ ടിപ്സും ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് അവർ തന്നിട്ടുണ്ട്. പിന്നെ എല്ലാ ബോട്ട് പ്രൊഡക്റ്റുകളിലും കാണുന്ന പോലെ തന്നെ ഒരു പാംഫ്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ അവരുടെ ബോട്ടിൻ്റെ കുറേ പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാറൻറ്റി കാർഡാണ്. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റ് നിങ്ങൾക്ക് ഏകദേശം 1 വർഷത്തേക്ക് വാറൻറ്റി കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ തരുന്ന ഒരു കാർഡും കൂടിയാണ് ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അതിൻ്റെ ഒരു വെയിറ്റ്, അതായത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഹെഡ്സെറ്റാണ് ഈ ഒരു ബോട്ടിൻ്റെ Bassheads 100. കൂടാതെ അതിൻ്റെ വയർ എന്ന് പറയുന്നത് വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു തിക്കായിട്ടുള്ളൊരു വയർ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചീപ്പായിട്ടുള്ള ഹെഡ്സെറ്റ് ആയതുകൊണ്ട് വയർ ക്വാളിറ്റിയിലൊക്കെ കുറവായിരിക്കുമെന്നാണ്. പക്ഷേ വയർ നല്ലൊരു ക്വാളിറ്റി വയർ തന്നെയാണ് ഈ ഒരു ഹെഡ്സെറ്റിൽ തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾക്കൊരു ഇൻലൈൻ മൈക്രോഫോൺ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു മൈക്രോഫോണിൻ്റെ കോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ എക്സലൻ്റ് ആയിട്ടൊരു കോൾ ക്വാളിറ്റിയാണ്. അതായത് അപ്പുറത്തെ സൈഡിലുള്ള ആൾക്ക് നല്ല ക്രിസ്പായിട്ടാണ് കാര്യങ്ങളെല്ലാം കേൾക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ ഒരേ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ഇയർഫോൺ നമ്മൾ വെക്കുമ്പോൾ ഈ ഒരു മൈക്രോഫോൺ ഉള്ളത് ഏകദേശം ഈ ഒരു പൊസിഷനിലാണ്. യൂഷ്വലി മൈക്രോഫോൺസ് എല്ലാം ഈ ഒരു ഇയർഫോണിൻ്റെ ഈ വയറിൻ്റെ ഇവിടെ ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് നമ്മുടെ മൗത്തിൻ്റെ അടുത്തായിട്ട് നല്ല ക്വാളിറ്റിയിലായിരിക്കും കേൾക്കുന്നത്. ഇത് കുറച്ച് താഴെ ആയതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് സംസാരിക്കേണ്ട ഒരു അവസ്ഥ ഇടയ്ക്ക് വരാറുണ്ട്. എന്നാലും ഇങ്ങനെ ഇരിക്കുമ്പോഴും കോൾ ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ ക്രിസ്പായിട്ടുള്ള സൗണ്ട് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴാണ് കേൾക്കുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്ഫോൺസ് നമ്മൾക്ക് ഇങ്ങനെ ചുരുട്ടി സൂക്ഷിക്കാനായിട്ട് ഒരു ബോട്ടിൻ്റെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വെൽക്രോ സ്ട്രിപ്പും ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി താഴേക്ക് നമ്മുടെ 3.5mm ജാക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു 3.5mm ജാക്ക് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു 3.5mm ജാക്ക് അല്ല, പക്ഷേ അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റിംഗ് ഉണ്ട്. കാരണം യൂഷ്വലി നമ്മൾ കാണുന്ന ആ ഒരു മെറ്റലിൻ്റെ കളറല്ല, ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ആ ഒരു കളറിൽ. പക്ഷേ നമ്മൾക്ക് ഈ ഒരു നമ്മുടെ വയർ അറ്റാച്ച് ആവുന്ന ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ സെക്യൂർ ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടാവുന്ന ഒരു ടൈപ്പ് അല്ല ഈ ഒരു ഹെഡ്സെറ്റ്. ഇനി മൈക്രോഫോണിൻ്റെ കേസിംഗിൽ തന്നെ നിങ്ങൾക്ക് ബോട്ടിൻ്റെ ഒരു ലോഗോ കാണാൻ സാധിക്കും. കൂടാതെ ഒരു ബട്ടണും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു മൾട്ടി ഫംഗ്ഷൻ ബട്ടണാണ്. ഇതുവഴി നിങ്ങൾക്ക് കോൾ ആൻസർ ചെയ്യാനും റിജക്ട് ചെയ്യാനും പറ്റും. കൂടാതെ മ്യൂസിക് പോസും പ്ലേയും ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ഇയർഫോൺസിൽ നിങ്ങൾക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മ്യൂസിക് പ്ലേയും പോസും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത നമ്മുടെ ഇയർബഡ്സ് ആണ്. അപ്പോൾ ഇയർബഡ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു മാറ്റിൻ്റെയും ഒരു ഗ്ലോസിയുടെയും ഒരുമിച്ചുള്ളൊരു ഫിനിഷ് കാണാൻ സാധിക്കും. അതായത് പുറത്ത് നമുക്ക് മാറ്റ് ബ്ലാക്കിൻ്റെ ഒരു കോട്ടിങ്ങും പിന്നെ അകത്ത് ഉള്ള 2 ലെയർ എന്ന് പറയുന്ന ഒരു ഗ്ലോസി ആയിട്ടുള്ള കോട്ടിംഗ് ആണ്. പിന്നെ ഇത് വളരെ ചെറിയൊരു ഇയർബഡ്സ് ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഇങ്ങനെ കാണാൻ പറ്റില്ല. സോ നല്ല സെക്യൂർ ആയിട്ട് ഫിറ്റ് ആയിട്ടിരിക്കും. ഇനി വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഇയർ ടിപ്സ് ഒരു ആംഗിൾഡ് ആയിട്ടുള്ള ഇയർ ടിപ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ചെവിയിൽ വെക്കുമ്പോൾ നല്ല സെക്യൂർ ആയിട്ടുള്ള ഫിറ്റ്, അതായത് പുറത്തുള്ള നോയ്സ് ഒക്കെ ഒന്ന് പാസീവായിട്ട് ക്യാൻസൽ ചെയ്യുന്ന രീതിയിലുള്ള ഫിറ്റ് എല്ലാം ഈ ഒരു ഹെഡ്സെറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി പ്രധാനമായി അറിയേണ്ടത് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇവർ ബ്രാൻഡിൽ ക്ലെയിം ചെയ്യുന്നത് Bassheads എന്നാണ്. പക്ഷേ എനിക്ക് അത്ര വലിയ ബാസ് ഒന്നും ഈ ഒരു ഹെഡ്സെറ്റിൽ നിന്ന് തോന്നിയില്ല. എനിക്ക് തോന്നിയൊരു കാര്യം, ബാസിന് ഏകദേശം 5ൽ ഒരു 3 പോയിന്റ് കൊടുക്കാൻ പറ്റും. പിന്നെ ട്രിബിളിലാണെങ്കിലും ഇതേപോലെ 3 പോയിന്റ്. പിന്നെ മിഡ്സ് കുറച്ച് കുറവാണ്, അപ്പോൾ ഒരു 2 പോയിന്റും. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ഓഡിയോ പ്രൊഫൈലാണ് ഈ ഒരു ഹെഡ്സെറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. അതേപോലെ ഇവരുടെ ഈ ഒരു ബ്രാൻഡിങ്, അതായത് ഇവരുടെ ഈ ഒരു ബോക്സിൽ സൂപ്പർ ബാസ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ സൂപ്പർ ബാസ് എന്നുള്ളൊരു കാര്യമൊന്നും എനിക്ക് ഈ ഒരു ഹെഡ്സെറ്റിൽ നിന്ന് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ കുറച്ച് ബാസുള്ള പാട്ടുകളും ഇതിൽ കേട്ട് നോക്കി. ആകെ എനിക്ക് തോന്നിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ ഇയർ ടിപ്സ് നമ്മൾ ഏറ്റവും വലിയ ഇയർ ടിപ്സിലാണ് വെക്കുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ചെവിയിൽ സെക്യൂർ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, നമ്മുടെ ഒരു സൗണ്ട് ഒന്നും ഇല്ലാത്തൊരു റൂമിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഞ്ചി ആയിട്ടുള്ള ബാസ് ഫീൽ ചെയ്യും. അല്ലാതെ നോർമലി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ പ്രൊഫൈലാണ് ഈ ഒരു ഹെഡ്സെറ്റ് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഗെയിമിങ്ങിന് ഈ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഗെയിമിങ്ങിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം ഇപ്പോൾ നിങ്ങൾ PUBG പോലത്തെ ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ ഇത് എന്തായാലും വയേർഡ് ഹെഡ്സെറ്റ് ആയതുകൊണ്ട് തന്നെ മൈക്രോഫോണിൽ ലാഗ് ഒന്നും ഉണ്ടാവില്ല.
കൂടാതെ ഒരു ഫ്ലാറ്റ് പ്രൊഫൈലായിട്ടുള്ള ഒരു ഓഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാസ് അധികം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എനിമീസ് എല്ലാം വരുമ്പോൾ ഫുഡ് സ്റ്റെപ്സ് എല്ലാം ഡിറ്റക്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഈ ഒരു ഹെഡ്സെറ്റിൽ നിന്ന്. ഇനി അടുത്ത് ഈ ഒരു ഹെഡ്സെറ്റ് വെച്ച് നിങ്ങൾക്ക് ജോഗിങ്ങോ അല്ലെങ്കിൽ ഒരു ജിമ്മിലൊക്കെ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യലി ഇതിന് IP റേറ്റിംഗ് ഒന്നുമില്ല. പക്ഷേ ആക്സിഡൻ്റലി ഒരു വട്ടം എൻ്റെ കയ്യിൽ നിന്നും ഇതൊരു വെള്ളത്തിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ വെള്ളത്തിലേക്ക് വീണ പിന്നെ ഞാൻ യൂസ് ചെയ്തപ്പോൾ യാതൊരു കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യം ജസ്റ്റ് ഇങ്ങനെ സ്പ്ലാഷസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഒഫീഷ്യലി നമ്മുടെ ബ്രാൻഡ് യാതൊരു IP റേറ്റിംഗ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ യൂസ് അനുസരിച്ചിരിക്കും. എനിക്ക് എന്തായാലും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ ഓവറോൾ ഈ ഒരു പ്രൈസ് പോയിന്റ് നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടൊരു ഹെഡ്സെറ്റ് തന്നെയാണ് നമ്മുടെ Bassheads 100 എന്ന് പറയുന്നത്. കാരണം ഇത്രയും നല്ലൊരു പ്രീമിയം ആയിട്ടുള്ളൊരു ബിൽഡ് ക്വാളിറ്റിയും നല്ലൊരു വയറും കൂടാതെ ഒരു ലാസ്റ്റിംഗ് ഡ്യൂറബിലിറ്റി ഉള്ളൊരു ഹെഡ്സെറ്റ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ വേറെ കിട്ടില്ല. അപ്പോൾ ഓവറോൾ നിങ്ങളൊരു ടൈറ്റ് ബഡ്ജറ്റിലാണ് ഇപ്പോൾ ഒരു ഹെഡ്സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഹെഡ്സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ എന്തായാലും അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.